ഹായ്, CUT UG റിസൾട്ട്സിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു കൗൺസിലിംഗ് പ്രോസസ്സാണ് ഐക്കർ എന്നത്. സോ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ ഐക്കർ അഡ്മിഷൻ പ്രോസസ്സ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. സോ കൗൺസിലിങ്ങിന് വേണ്ട പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. അവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ickeradmissions.in ickeradmissions.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. കാരണം അവിടെയാണ് നമ്മുടെ കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളെല്ലാം വരിക. സോ കൗൺസിലിംഗ് പ്രോസസ്സിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ CUTൻ്റെ വെബ് പോർട്ടലിൽ ഐക്കർ സെലക്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സബ്ജക്ട് കോമ്പിനേഷൻസിനടക്കം, അല്ലെങ്കിൽ അത് സബ്ജക്ട് കോമ്പിനേഷൻ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഐക്കർ ആണെങ്കിൽ പ്രധാനമായും ഫിസിക്സ്, കെമിസ്ട്രി, ഈ പറഞ്ഞ പോലെ ബയോളജി, അഗ്രികൾച്ചർ, മാത്തമാറ്റിക്സ്, ഈ ടോപ്പിക്കുകളിൽ നിന്നാണ് ശരിക്കും വരിക. അപ്പോൾ ഈ സബ്ജക്ട് കോമ്പിനേഷൻസിൻ്റെ ബേസിലുള്ള റാങ്ക് ലിസ്റ്റ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ഈ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് എലിജിബിൾ ആണോ അല്ലയോ എന്ന് അറിയാൻ സാധിക്കുകയും അതിലൂടെ മാത്രമേ കൗൺസിലിംഗ് പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കത്തുള്ളൂ. സോ കൗൺസിലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ആയിട്ടില്ല, അതിന് മുമ്പായിട്ട് ഐക്കർ യുജിയുടെ വെബ്സൈറ്റിൽ ശരിക്കും ഒരു റാങ്ക് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിന് പ്രകാരം നിങ്ങൾ കൗൺസിലിംഗ് പ്രോസസ്സിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുക. സോ കൗൺസിലിംഗ് പ്രോസസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ickeradmission.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രൗഷറും വിത്ത് സ്കെഡ്യൂൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ സ്കെഡ്യൂൾ വഴി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ കയറി ചോയ്സ് ഫില്ലിംഗ് ചെയ്യാൻ സാധിക്കും. സോ ചോയ്സ് ഫില്ലിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയിൽ തന്നെയുള്ള പല സംസ്ഥാനങ്ങളുടെ കീഴിലുള്ള അഗ്രികൾച്ചർ കോളേജുകളിലേക്കുള്ള AU സീറ്റ്സിൽ 20% സീറ്റ്സ് ആണ് ശരിക്കും റിസർവ് ചെയ്തിട്ടുള്ളത്. ബാക്കി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള IARI പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫുൾ സീറ്റ്സും ശരിക്കും ഐക്കറിൻ്റെ ബേസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ നിങ്ങളുടെ സ്കോർ അനുസരിച്ച് നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിംഗ് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജസ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ചോയ്സ് ഫില്ലിംഗ് നടത്താം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം, കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഓൺലൈൻ സമയത്ത് നിങ്ങൾ പ്രൊക്യൂർ ചെയ്ത് വെക്കേണ്ട ഡോക്യുമെന്റ്സ് ആണ്. അതാണ് ഇവിടെ ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ റിസൾട്ട് വന്ന് നിൽക്കുന്ന ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതും അത് തന്നെയാണ്. അതായത് ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇത് മാക്സിമം കയ്യിൽ കരുതി വെക്കാൻ ശ്രമിക്കുക. ഞാനത് ഏതൊക്കെയാണെന്ന് വേഗം പറയാം. സോ ഫസ്റ്റ് വൺ ഈസ് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്. അത് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റോ നിങ്ങളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ SSL സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്താൽ മതിയാകും. പിന്നെ 10 തൊട്ട് +2 വരെയുള്ള സർട്ടിഫിക്കറ്റ്സും അതിൻ്റെ മാർക്ക് ഷീറ്റും, ദാറ്റ് ഈസ് +2ൻ്റെ +1 അടങ്ങിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവിടെ ആവശ്യമാണ്. അത് ശ്രദ്ധിക്കുക. പിന്നെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നിങ്ങൾ വിട്ടു പോകുമ്പോൾ അവിടെ നിന്ന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ TC കിട്ടും. അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ NTA CUTക്ക് വേണ്ടി ഇഷ്യൂ ചെയ്ത അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് കയ്യിൽ കരുതേണ്ടി വരും. മറ്റൊന്ന് നിങ്ങളുടെ ആധാർ കാർഡാണ്. ആധാർ കാർഡ് കയ്യിൽ കരുതണം. പിന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റും ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിക്കാണും. അത് കയ്യിൽ കരുതാൻ ശ്രമിക്കാം. ഇനി നിങ്ങൾ SC ST OBC NCL കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. സിമിലർലി ഇഫ് യു ആർ എ PWBD കാൻഡിഡേറ്റ്, അങ്ങനെയാണെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും വേണം. ഇത്രയും കാര്യങ്ങൾ കയ്യിൽ കരുതി വെക്കുക. നമുക്ക് എന്തായാലും റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമേ ബാക്കി പ്രൊസീജിയറിലും കൗൺസിലിംഗ് സ്കെഡ്യൂളൊക്കെ വരത്തുള്ളൂ. പക്ഷെ എന്നാലും ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ടാസ്കുകൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് കയറുക. കണ്ടിന്യൂസ്ലി നിങ്ങൾ നോക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണോ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെയുള്ള അഡ്മിഷന് റിലേറ്റഡ് ആയിട്ടുള്ള CUT 2024-25 ബേസിലുള്ള അഡ്മിഷൻ പ്രൊസീജിയറുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐക്കറിൻ്റെ കേസ് ആണെങ്കിൽ ickeradmissions.in എന്നാണ് വെബ്സൈറ്റ്. സോ ഇനി കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് നമ്മൾ വെബ്സൈറ്റിൽ ഇന്നാവുമ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സ്കെഡ്യൂൾ നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. താങ്ക് യു സോ മച്ച്.